എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നാരങ്ങാച്ചാറാണ്. ഈ ഒരു നാരങ്ങാച്ചാറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ഒരു തുള്ളി പോലും എണ്ണ ചേർക്കുന്നില്ല, വിനാഗിരി വേണ്ട, അച്ചാറിന് ചേർക്കുന്ന ഒരു കാര്യങ്ങളും നമുക്കിതിലേക്ക് വേണ്ട. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമായ ഈ ഒരു നാരങ്ങാച്ചാർ ബിരിയാണിക്കൊപ്പം സെർവ് ചെയ്യാനും നെയ്ച്ചോറിന്റെ ഒപ്പം സെർവ് ചെയ്യാനും വളരെ ടേസ്റ്റ് ആണ്. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള എണ്ണയില്ല നാരങ്ങ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ മധുരമുള്ള നാരങ്ങ അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 15 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള നാരങ്ങയാണ് ഞാനിവിടെ ഒരു 1/2 കിലോ അളവിൽ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നാരങ്ങ കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് കഴുകി ഇതിന്റെ വെള്ളം എല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള നാരങ്ങ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നാരങ്ങ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലൊരു തുള്ളി പോലും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ നാരങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളില് സീഡൊന്നെടുത്ത് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്ക് എല്ലാ നാരങ്ങയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ നാരങ്ങ എല്ലാം ഞാനിവിടെ കുരുവെല്ലാം മാറ്റി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാരങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. ഓവറായിട്ട് അരച്ചെടുക്കരുത്, ഒന്ന് കൃഷി ചെയ്താൽ മാത്രം മതിയാകും. നമ്മൾ ഇതുപോലെയാണ് നാരങ്ങ അരച്ചെടുത്തിട്ടുള്ളത്. നാരങ്ങ കട്ട് ചെയ്തെടുത്ത അതേ പാത്രത്തില് ഒരു 1/4 പാത്രം അളവുണ്ട്. നമുക്ക് ഈ അരച്ചെടുത്ത നാരങ്ങ ഒരു പാനിലേക്ക് മാറ്റാം. നാരങ്ങ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് പഞ്ചസാര കൂടെ ചേർക്കണം. ഞാനിപ്പോ ഒരു പാത്രം പഞ്ചസാര ഈ ഒരു നാരങ്ങയിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് യോജിപ്പിച്ചു കൊടുക്കാം. നാരങ്ങയും പഞ്ചസാരയും കൂടെ ചേർന്ന് ഒന്ന് ലയിച്ച് വരണം. നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു തുള്ളി പോലും എണ്ണയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ നാരങ്ങയും പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുള്ളത് ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ തിളച്ച് വരുന്ന പാകത്തിലേക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയും നാരങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കാനായിട്ട് 1/2 ടീസ്പൂൺ അളവില് നല്ല ജീരകവും ഒരു നുള്ളു ഉലുവയും ഒരു ഏലക്കയും 1/2 ടീസ്പൂൺ അളവില് കുരുമുളകും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ചെറിയ തീയിൽ വെച്ച് വറുത്ത് പൊടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മസാലകള് ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊന്ന് പൊടിച്ചുകൂടി എടുക്കണം. നമ്മുടെ നാരങ്ങയും പഞ്ചസാരയും നല്ലതായിട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. പോലെ നല്ല ബബിൾസോട് കൂടി തിളച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് കുറച്ച് പൊടികൾ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 2 സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. അങ്ങനെ മുളക് പൊടിയൊക്കെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചസാരയും നാരങ്ങയൊക്കെ തവി കൊണ്ട് ഇതുപോലെ കോരി നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലേക്ക് ആയി കിട്ടണം. അതുവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് തന്നെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. മധുര നാരങ്ങ അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റ് ആയപ്പോൾ അച്ചാർ ഇതുപോലൊരു പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാകം നോക്കേണ്ടതാണ്. ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്കിതിൽ നിന്നും കൈകൊണ്ട് ഒന്ന് തൊട്ട് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ സ്റ്റിക്കിയായി ഇതിന്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതുവരെയും നമുക്കൊന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്തെല്ലാം ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടി വെക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഇതൊന്ന് തിളച്ച് വീഴാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ബബിൾസ് ഒക്കെ ഒന്ന് വറ്റി വരണം. അതുപോലെ ഒന്നുകൂടെ കട്ടിയായിട്ട് വരണം. നമുക്ക് ഇത് സ്മൂത്ത് ആയിട്ട് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായി വരും. ആ ഒരു സമയം വരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത്. ഇനിയിപ്പോ സ്റ്റിക്കിയായി വന്നിട്ടുള്ള ഈ ഒരു പരുവത്തിൽ നമുക്ക് നേരത്തെ കാണിച്ച മസാലകൾ പൊടിച്ചിട്ടുള്ളതാണ്. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ നാരങ്ങ അച്ചാർ ഇതുപോലെ ഒരു കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇതിന്റെ ആ ഒരു ബബിൾസ് എല്ലാം ഒന്ന് കുറഞ്ഞ് ജാം പരുവത്തിനാണ് നമുക്കിവിടെ ആയി വന്നിട്ടുള്ളത്. നമ്മളിന്ന് ചെയ്തിട്ടുള്ള പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ശർക്കര ഉപയോഗിച്ച് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തണുത്ത് വരുമ്പോഴേക്കും നമുക്കൊരു ചില്ല് കുപ്പികളിലാക്കിയിട്ട് അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എരിവും പുളിയും മധുരം എല്ലാം ചേർന്നിട്ടുള്ള ഈ ഒരു അച്ചാർ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അച്ചാറിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും, അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.